മിഞ്ചേട്ടാ, ഈ 7ന്റെ പണി കൊടുക്കുന്ന ബിഗ് ബോസ് സീസൺ 7 കണ്ടിരുന്നു? ഞാൻ തുടക്കത്തിൽ ഫസ്റ്റ് എപ്പിസോഡ് കണ്ടു. പിന്നെ ഇടയ്ക്ക് ഇതുപോലെ റീൽസായി പലതും കാണുന്നുണ്ട്. കൃത്യമായി കാണാൻ പറ്റുന്നില്ല. എന്നിരുന്നാൽ കൂടിയും അത് അത്യാവശ്യം ഫോളോ ചെയ്യുന്നത് മറ്റൊന്നും കൊണ്ടല്ല. നമ്മൾ കഴിഞ്ഞ ദിവസം ശ്രീ സംവിധായകൻ ജോസ് തോമസുമായി ഇത്തരത്തിലൊരു ചർച്ച നടത്തിയപ്പോൾ ഒരുപാട് കോളുകൾ വന്നിരുന്നു. അപ്പോൾ ബിഗ് ബോസുമായി ബന്ധപ്പെട്ട് നിങ്ങളെന്തിനാണ് ഇത്തരം ചർച്ചകൾ നടത്തുന്നത്, അല്ലെങ്കിൽ നിങ്ങൾ കാണുന്നില്ലെന്ന് നിങ്ങൾ തന്നെ പറയുന്നു, പിന്നെ എന്തിനാണ് ഇതിനകത്ത് പറയാൻ പോകുന്നത്, അഭിപ്രായം പറയാൻ പോകുന്നത് എന്നൊക്കെയുള്ള കമൻറ്റുകളും ഫോൺ കോളുകളൊക്കെ വന്നിട്ടുണ്ട്. അദ്ദേഹത്തിനൊക്കെ വിദേശ രാജ്യങ്ങളിൽ നിന്നൊക്കെ ആളുകൾ വിളിച്ചു എന്നാണ് പറയാൻ കഴിയുന്നത്. അപ്പോൾ ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മുടെ മലയാളിയെ സംബന്ധിച്ചിടത്തോളം മലയാളികൾ ഇത് ആരെങ്കിലും ബിഗ് ബോസ് കാണുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് പറയും. എന്നിട്ട് അതൊന്നും നമ്മൾ കാണില്ല എന്ന് പറയും. എന്നിട്ട് ഇവർ ഒളിച്ച് ഇതെല്ലാം കാണുന്നുണ്ടെന്നുള്ളതാണ് യാഥാർത്ഥ്യം. അപ്പോൾ ഈ പറഞ്ഞതുപോലെ തലമുണ്ടിട്ട് ഇത് കാണുന്നുണ്ട്. ചിലർക്ക് TV കാണാൻ എല്ലാവരും അറിയുമെന്ന് പറഞ്ഞതുകൊണ്ട് മൊബൈലിൽ തലമുണ്ടൊക്കെ ഒളിച്ചിരുന്ന് കാണേണ്ട ഒരു ഷോ ആണോ ഇത്? അല്ല, അതിൻ്റെ വേറൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇതിൽ ഈ കുടുംബത്തോടെ ഇരുന്ന് കാണാൻ പറ്റുന്ന രംഗങ്ങളൊന്നും അല്ലല്ലോ ഇത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അത് പറയാൻ പറ്റില്ല. അതെങ്ങനെയാണ് ഒരു ഏഷ്യാനെറ്റ് പോലുള്ള ഒരു ടെലിവിഷനിൽ രാത്രി 9:30 അങ്ങാണ്ട് സംപ്രേഷണം ചെയ്യുന്ന ഒരു സാധനം കുടുംബത്തോടെ ഇരുന്ന് കാണാൻ പറ്റാത്തൊരു സാധനം ഏഷ്യാനെറ്റ് സംപ്രേഷണം അല്ല, അത് ഓരോരുത്തരുടെ മൈൻഡ് അനുസരിച്ചിരിക്കും. ലൈസൻസിന് ബാധിക്കും. അതെ. സംഭവം എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് ഞാൻ ഉദ്ദേശിച്ചത് അശ്ലീലം എന്നതിനേക്കാൾ ഉപരി ഇതിൽ ചുമ്മാ ഓരോ ബഹളങ്ങളും കാര്യമില്ലാത്ത കാര്യത്തിനുള്ള വഴക്കും വസ്ത്രധാരണ രീതികളും പിന്നെ അതിനകത്ത് കാണിക്കുന്ന ഓരോരോ കോപ്രായങ്ങളും എന്നുള്ള രീതിയിലാണ് ഞാൻ ഉദ്ദേശിച്ചത്. അല്ലാതെ നമ്മളിപ്പോൾ ഈ പണ്ട് കാലത്ത് ഈ രാത്രി 1 മണിക്കൊക്കെ സിനിമകൾ പ്ലേ ചെയ്യുമായിരുന്നു സൂര്യ TV-യിലൊക്കെ. അത് ഈ പറഞ്ഞതുപോലെ അതൊക്കെ എന്ന് പറഞ്ഞാൽ ആ കാലഘട്ടത്തിൽ നമുക്കറിയില്ല, മൊബൈലൊന്നും ഇല്ലാത്ത കാലഘട്ടമാണല്ലോ. അപ്പോൾ സ്വാഭാവികമായും അതുപോലെ ഈ പറഞ്ഞതുപോലെ ഓരോ ജനറേഷൻ അനുസരിച്ച് ഓരോ വ്യത്യാസങ്ങൾ വന്നിട്ടുണ്ടാവാം. പക്ഷേ ഇത് ശരിക്കും പറഞ്ഞാൽ ഇതിൻ്റെ ഒരു പ്രധാനപ്പെട്ട വസ്തുത എന്ന് പറയുന്നത് ഒന്ന് മാത്രമാണ്. അപ്പോൾ നമ്മൾ ഓരോരുത്തർക്കും നമുക്ക് പ്രൈവസി ആവശ്യമാണല്ലോ. സ്വാഭാവികമായിട്ട് ഏത് മനുഷ്യനും ഇപ്പോൾ നമ്മൾ ജോലി സ്ഥലത്ത് വരുമ്പോൾ നമ്മൾ വളരെ കൂളായിട്ട് ജോലിക്ക് വരുന്നു, പലരോടും വളരെ മാന്യമായി പെരുമാറുന്നു. പക്ഷേ നമ്മുടെ ഉള്ളിലെ സ്വഭാവം അതാവണമെന്നില്ല. പക്ഷേ നമ്മൾ വീട്ടിൽ ചെല്ലുമ്പോഴോ അല്ലെങ്കിൽ വീട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ നമ്മൾ സ്വസ്ഥമായിട്ട് നമുക്ക് നമ്മുടേതായ ഒരു ഫ്രീഡം നമുക്ക് കിട്ടുന്നുണ്ട്. ഇപ്പം നമ്മൾ പുതിയ ഒരു ജോലിക്ക് പോകുമ്പോഴും അല്ലെങ്കിൽ പുറത്തെവിടെയെങ്കിലും പോകുമ്പോൾ ഇടുന്ന ഡ്രസ്സൊന്നും വീട്ടിലിടേണ്ട ആവശ്യമില്ല. അപ്പോൾ അതിൽ തന്നെ നമുക്ക് ഫ്രീഡം ഉണ്ട്. പിന്നെ കുടുംബത്തിലാണെങ്കിൽ നമുക്ക് ഔപചാരികമായി സംസാരിക്കേണ്ട ആവശ്യമില്ല. നമ്മളിപ്പോൾ എന്തെങ്കിലും ദേഷ്യം വരുവാണെങ്കിൽ നമുക്ക് അവരോട് കയർക്കാം, വഴക്കുണ്ടാക്കാം. അതുപോലെ അല്ലല്ലോ നമ്മളൊരു പൊതുസമൂഹത്തിലേക്ക് അല്ലെങ്കിൽ ഒരു ജോലി സ്ഥലത്തേക്ക് അല്ലെങ്കിൽ ഒരു പബ്ലിക്കായി ഇറങ്ങുമ്പോൾ ചെയ്യേണ്ടത്. പക്ഷേ ഇതിൻ്റെ ഒരു പ്രധാനപ്പെട്ട സംഭവം എന്ന് പറയുന്നത് നമ്മൾക്കൊരു 48 മണിക്കൂറിൽ കൂടുതൽ നമ്മളുടെ ഒറിജിനൽ സ്വഭാവം നമുക്ക് പുറത്തെടുക്കാതിരിക്കാൻ കഴിയില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അപ്പോൾ 24 മണിക്കൂറും നമ്മുടെ മുന്നിൽ ക്യാമറയാണ്. ടോയ്ലറ്റ് ഒഴികെ ബാക്കി എല്ലാ സമയത്തും ക്യാമറയാണ് ഉള്ളത്. അപ്പോൾ സ്വാഭാവികമായും പലരുടെയും സ്വഭാവങ്ങൾ പുറത്തു വരും. ചിലർ സൈക്കോ ആയിരിക്കാം, ചിലർ ഭയങ്കരമായിട്ട് ദേഷ്യപ്പെടുന്നവരാകാം, ചിലർ ഗ്ലൂമി ആകുന്നവരാകാം, ചിലർ വിഷാദ രോഗത്തിന് അടിമപ്പെട്ടവരാകാം. ഇതെല്ലാം അവരിൽ നിന്ന് പുറത്തു വരും. അത് എക്സ്പ്ലോയിറ്റ് ചെയ്യുക, അതിൽ നിന്നുണ്ടാക്കുന്ന ഒരു വൈബ്, അത് ജനങ്ങളെ വിറ്റ് കാശാക്കാൻ വിദേശ രാജ്യങ്ങളിൽ തുടങ്ങിയൊരു സാധനമാണിത്. അത് പിന്നീട് മറ്റ് സംസ്ഥാനങ്ങളിൽ വന്നു. അതിനുശേഷമാണ് കേരളത്തിലേക്ക് ഈ സാധനം എത്തുന്നത്. മോഹൻലാൽ എന്നുള്ള ഇന്ന് കേരളത്തിലെ ഏറ്റവും വലിയ വിലപിടിപ്പുള്ള ഏറ്റവും വലിയൊരു താരത്തെ കൊണ്ടുവന്ന് ഇത് ചെയ്യുന്നതോടുകൂടി ഇതിൻ്റെ റേറ്റിംഗ് ഉയരും. അദ്ദേഹം വലിയ ശമ്പളമാണ് ഇതിന് വാങ്ങുന്നത്. അപ്പോൾ തന്നെ ഇതിൽ പങ്കെടുക്കുന്നവർക്കും ഭീമമായ പൈസ കിട്ടുന്നുണ്ട്. ഇപ്പം മറ്റ് മേഖലകളിലുള്ള പല മേഖലയിലുള്ളവർക്കും ഓരോ ദിവസവും മിനിമം ഒരു 50,000 35,000 കണ്ടാണെന്ന് തോന്നുന്നു ഏറ്റവും കുറഞ്ഞ തുക. നമുക്കൊക്കെ ശ്രമിച്ചു നോക്കാം. ഉദ്യോഗം പോകുന്നെങ്കിൽ നമുക്ക് ഒരുമിച്ച് അയക്കാം, എന്തായാലും നോക്കാം. അല്ലല്ല, ഇതിൽ ഒരുപാട് പ്രശ്നങ്ങൾ എന്ന് പറഞ്ഞാൽ ഇതിൽ ആദ്യം 1 മാസത്തോളം ഒരു ഹോട്ടൽ താമസിപ്പിച്ച് നമ്മൾ ആരുമായിട്ട് ആശയവിനിമയം നടത്താതെ നമ്മുടെ ഫോണെല്ലാം മാറ്റി വെച്ചുകൊണ്ട് 3 നേരം ആഹാരം എത്തിക്കുക. അങ്ങനെ നമ്മൾ പരിശീലിച്ച് എടുക്കുന്ന കുറേയേറെ ടാസ്കുകൾ ഇതിനുള്ളിലുണ്ട്. അതുമാത്രമല്ല, പിന്നെ ഇതിലൂടെ നമുക്ക് കിട്ടുന്നൊരു പ്രശസ്തി എന്ന് പറയുന്നത് ഒരു നല്ലൊരു പ്രശസ്തിയായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. ഉദ്ധവന് തോന്നുന്നുണ്ടോ? അത് ഞാൻ പോകും കേട്ടോ, എന്നെ വിളിച്ചാൽ പോകും അല്ലേ? ഞാനും പോവും. ഞാൻ പറഞ്ഞ അതല്ല, ഞാൻ പറഞ്ഞ ഈ പ്രശസ്തി മോശം പ്രശസ്തിയാണെന്ന് പറയും, പിന്നെ കിട്ടിയാ പോകും. അല്ല, ഞാൻ പറയട്ടെ, ഇതിനകത്ത് ഇതിലൂടെ പ്രശസ്തരായവർ
ഞാൻ പറയാം ഒരു രജിത് കുമാർ എന്ന് പറഞ്ഞ ഒരാൾ, ഇപ്പം അയാളുടെ പൊടി പോലും ഇല്ല. ഇതിലൂടെ അല്ല പ്രശസ്തമായ. അല്ല അതിനു മുമ്പേ ഉണ്ട്. അല്ല ഞാൻ പറഞ്ഞു ഇതിൽ ഈ അഖിൽ മാരാർ ഒഴികെയുള്ള ബാക്കി ആരും അവിടെ അതാണ് അവന്റെ പോയിന്റ്. അഖിൽ മാരാറും സാബുമോനും അല്ലാതെ ഈ ബിഗ് ബോസ് വീട്ടിൽ വന്ന് വിജയിച്ച ഒരാളുടെ പേര് നമുക്ക് ഓർമ്മയുണ്ടാവില്ല. ഇപ്പൊ കഴിഞ്ഞ സീസണിൽ വിജയിച്ച ജിൻഡോയ്ക്ക് പോലും ബിഗ് ബോസ് എന്താണെന്ന് യൂസ് ചെയ്യാൻ പറ്റിയിട്ടില്ല എന്നുള്ളതാണ് വസ്തുത. അഖിൽ മാരാറാണ് ഈ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ബിഗ് ബോസ് എന്ന പ്ലാറ്റ്ഫോം കൃത്യമായിട്ട് ഉപയോഗിച്ച ബുദ്ധിമാനായ ഒരു കളിക്കാരൻ. അഖിൽ മാരാർ അതിനകത്ത് നിൽക്കുമ്പോഴും ബിഗ് ബോസ് ഇറങ്ങി 2 സീസൺ ഇപ്പോഴും അഖിൽ മാരാർ എന്ന് പറയുന്ന വ്യക്തിക്ക് അതുപോലെ തന്നെ വാല്യൂ ഉണ്ട്. ഒന്നാമത്തെ സീസണിൽ ആയതുകൊണ്ട് സാബു മോനെ എല്ലാവർക്കും അറിയാം. 2ാമത്തെ സീസണിൽ ജയിച്ച ആളെ അറിയില്ല, 3ാമത്തെ സീസൺ അറിയില്ല, 4ാമത്തെ സീസൺ അറിയില്ല, 5ാമത്തെ സീസണിലാണ് അഖിൽ മാരാർ വരുന്നത്, അതും അറിയാം. 6ാമത്തെ സീസണിൽ ജയിച്ച ജിൻഡോയെ ഈ 7ാം സീസൺ തുടങ്ങുന്നതുകൊണ്ട് ഇപ്പോൾ ഡിസ്കഷനും കാര്യങ്ങളൊക്കെ വരുന്നതുകൊണ്ട് ജിൻഡോയെ അറിയാം. അതല്ലാതെ വേറെ ആരെയും കൃത്യമായിട്ട് വിജയിച്ച ഒരാൾക്ക് ബിഗ് ബോസ് എന്ന് പറയുന്ന പ്ലാറ്റ്ഫോം യൂസ് ചെയ്യാൻ പറ്റിയിട്ടില്ല എന്നുള്ളതാണ് വസ്തുത. അതൊരു ബുദ്ധിപരമായ ഒരു കളിയാണ്, ബുദ്ധി കൊണ്ടുള്ളൊരു മൈൻഡ് ഗെയിമാണ് ശരിക്കും പറഞ്ഞാൽ ബിഗ് ബോസ് എന്ന് പറഞ്ഞാൽ. അതിനകത്ത് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ എങ്ങനെയാണ് മറ്റുള്ളവരെ ട്രിഗർ ചെയ്യുന്നത്, എങ്ങനെയാണ് അവരുടെ ഉള്ളിലുള്ള സ്വഭാവം, അവരുടെ യഥാർത്ഥ സ്വഭാവം പുറത്തെത്തിക്കുന്നത്, അതാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനകത്ത് വേണ്ടത്. ഇത്തവണത്തെ അതിനകത്തും 1-2 ആളുകളൊക്കെ ഉണ്ട് കൃത്യമായിട്ട് മൈൻഡ് ഗെയിമൊക്കെ കളിക്കുന്നത്. ബാക്കിയുള്ളവർക്ക് വലിയ അവരെന്തോ 1-2 പേര് സെലിബ്രിറ്റീസ് ആണ് എന്നുള്ളത് തോന്നൽ സ്വയം ഉണ്ട്. ഞങ്ങളൊരു 90 ദിവസം വരെയൊക്കെ എത്തും, അല്ലെങ്കിൽ ഒരു 100 ദിവസം വരെയൊക്കെ ഞങ്ങൾക്ക് നിൽക്കാൻ പറ്റുന്നൊക്കെ തുടക്കത്തിലേ ചിന്തിക്കുന്ന 1-2 ആളുകളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ ആളുകൾ അങ്ങനെയൊക്കെ ചിന്തിച്ച് കഴിഞ്ഞാലും പ്രേക്ഷകരാണ് ഇതിൽ അന്തിമമായിട്ട് വിധി എഴുതുന്നത്. അവരുടെ വോട്ടിങ്ങിലൂടെയാണ് ഇതിൽ ആര് വിജയിക്കും ആര് വിജയിക്കില്ല എന്ന കാര്യത്തിൽ തീരുമാനം എടുക്കുന്നത്. എന്ത് തോന്നുന്നു? തീർച്ചയായിട്ടും ഈ പറഞ്ഞതുപോലെ ഇതിന് ഓരോന്നിനും പ്രേക്ഷകരുള്ളത് കൊണ്ടാണല്ലോ അത്തരം പ്രോഗ്രാമുകൾ വരുന്നത്. സ്വാഭാവികമായും അതിൻ്റേതായ ഡ്രോബാക്സ് അതിനുണ്ടാകും. കുറേ പേർക്ക് അത് നേട്ടമുണ്ടാകും, കുറേ പേർക്ക് പുച്ഛത്തോടെ കാണുന്ന കുറേയേറെ പേരുണ്ടാകും. പിന്നെ ഈ പറഞ്ഞതുപോലെ ഈ ഗെയിമിലുള്ള പല ഒരു കാര്യമില്ലാത്ത ഗെയിമുകളൊക്കെ അതിനകത്ത് നടത്തുമ്പോഴാണ്, അതോടൊപ്പം തന്നെ ഈ അനാവശ്യമായ വഴക്കുകളും അതൊക്കെയാണ് ഒരു തരം ഒരു ഇറിറ്റേഷൻ ഉണ്ടാക്കുന്നൊരു സംഭവം. പിന്നെ ഇത്തവണത്തെ ബിഗ് ബോസിനകത്ത് വന്നിട്ടുള്ളവരും അത്ര ഒരു ക്വാളിറ്റി ഉള്ളവരായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. കാരണം ഈ പറഞ്ഞതുപോലെ ഒരു ഹൈപ്പിൽ വന്നിട്ടുള്ള രേണു സുധി അടക്കമുള്ളവരൊക്കെ അതിലുണ്ട്. പക്ഷേ ഈ പറഞ്ഞതുപോലെ ഇപ്പം മോഹൻലാലിനെ പോലുള്ള ഒരാൾ ഇതിനെ കണ്ടക്ട് ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും കുറച്ചുകൂടെ സെലക്ഷനിൽ കുറച്ച് പാളിച്ച പറ്റിയിട്ടുണ്ടോ എന്നൊരു സംശയമുണ്ട്. കാരണം കുറച്ചുകൂടി ഈ പറഞ്ഞ അഖിൽമാരുടെയൊക്കെ റേഞ്ച് ഉള്ള ആളുകളെ ഇതിലേക്ക് ഉൾപ്പെടുത്താൻ കഴിഞ്ഞാൽ കുറച്ചുകൂടെ ഒരു വിജ്ഞാനപ്രദമായ രീതിയിലും കൂടെ ഇത് കൊണ്ടുപോകാൻ കഴിയും. അതിനകത്തൊരു വിഷയമുണ്ട്. ബിഗ് ബോസിന്റെ ഇത്തവണത്തെയൊക്കെയുള്ള നയം അങ്ങനെയാണ്. കഴിഞ്ഞ തവണ മുതൽ, അതായത് അഖിൽമാരാർ സീസൺ കഴിഞ്ഞത് മുതൽ ഞാൻ അതിൻ്റെ 1-2 ആൾക്കാരോട് സംസാരിച്ച സമയത്ത് അവരുടെ ഒരു തീരുമാനം എന്താ വെച്ചാൽ ഒരു കിങ് വേണ്ട. അഖിൽമാരാരുടെ സീസണിൽ അഖിൽമാരാർ കയറിയപ്പോൾ തന്നെ എല്ലാവർക്കും അറിയാമായിരുന്നു ഈ സീസൺ വിജയിക്കാൻ പോകുന്ന അഖിൽമാരാറാണ്. കാരണം നമുക്കെല്ലാവർക്കും അഖിൽമാരാറിനെ കുറിച്ച് അറിയാം. അഖിൽമാരാർ ഈ ചർച്ചയിലൊക്കെ വന്ന് സംസാരിക്കുന്നതായതുകൊണ്ട് അഖിൽമാരാർ അതിനകത്ത് ഏത് നിലപാട് സ്വീകരിക്കുന്നൊക്കെ നമുക്ക് കൃത്യമായിട്ട് അറിയാമായിരുന്നു. അതുകൊണ്ട് ആ സീസണിൽ കിങ് അഖിൽമാരാറാണ് എന്നുള്ളത് കൃത്യമായിട്ട് തുടക്കം മുതൽ അറിയാവുന്നതുകൊണ്ട് തന്നെ അതൊരു ഏകപക്ഷീയമായ ഗെയിമായിരുന്നു. പക്ഷേ അതിനുശേഷം ബിഗ് ബോസിൻ്റെ അധികൃതർ തീരുമാനിച്ചത് നമുക്കൊരു കിങ് വേണ്ട, അല്ലാതെ ഉള്ള ആളുകളെ കൊണ്ടുവന്നാൽ മതി, നോർമലായിട്ടുള്ള ആളുകളെ കൊണ്ടുവന്നാൽ മതി. അപ്പോൾ അപ്രതീക്ഷിതമായിട്ട് ചിലപ്പോൾ ഒരാൾ ജയിക്കും, ആ രീതിയിലേക്ക് പോകാം. അത് തന്നെയാണ് ഇത്തവണയും വന്നിട്ടുള്ളത്. വലിയ സ്റ്റാർ വാല്യൂ ഉള്ള സ്റ്റാർ കാസ്റ്റിംഗ് ഒന്നും ഇല്ലാതെയാണ് ഒരു നോർമൽ ആയിട്ട് പോകുന്ന ആളുകളെ വെച്ചാണ് ഇപ്പോൾ തവണത്തെ ബിഗ് ബോസ് വന്നിരിക്കുന്നത്. നമുക്ക് കാത്തിരുന്ന് കാണാം ആര് വിജയിക്കും എന്നുള്ളത്. ബിഗ് ബോസിന് പക്ഷേ ഒരു പ്രേക്ഷക സ്വീകാര്യതയുണ്ടോ എന്നുള്ളത് ഒരു വസ്തുതയാണ്, അത് നമുക്ക് തള്ളിക്കളയാൻ പറ്റില്ല. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.